ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലരുടെയും ധാരണ അതിൻ്റെ ആദ്യത്തെ ചികിത്സ വയാഗ്ര പോലെയുള്ള ഗുളികകളാണെന്നുള്ളതാണ്. സത്യം പറയട്ടെ, അതൊരു തെറ്റായ ധാരണയാണ്. മാത്രമല്ല അപകടം പിടിച്ച പ്രവണതയുമാണ്. ലൈംഗിക ശേഷിക്കുറവിനുള്ള ചികിത്സയിൽ എല്ലാർജിനിൻ എന്ന ഒരു ഘടകമുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ ചികിത്സയായിട്ട് എനിക്ക് പറയുവാനുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അമിനോ ആസിഡ് മാത്രമാണ്. അഥവാ നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിൽ, നമ്മുടെ അന്നജം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ഈ എല്ലാർജിനിൻ എന്ന ഘടകം, അതായത് ആ അമിനോ ആസിഡ് സാധാരണഗതിയിൽ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാകുവാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ ലിംഗത്തിലുള്ള കോർപ്പസ് കാവർനസ, അതിൻ്റെ ലിംഗത്തിൻ്റെ വികസനത്തിന് വേണ്ടി വരുന്ന ലിംഗം വികസിപ്പിക്കുന്ന ഒരു ഘടകം അതാണ്. അവിടെ കോർപ്പസ് കാവർനസയിൽ ഈ നൈട്രിക് ഓക്സൈഡ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ പേശികളെ, അതായത് സ്മൂത്ത് മസിൽസിനെ വികസിപ്പിക്കുന്നു. അങ്ങനെ വികസിപ്പിക്കുന്നതോടുകൂടി രക്തം ലിംഗത്തിലേക്ക് വരികയും അവിടെ തളം കെട്ടി നിൽക്കുകയും ലിംഗം ദൃഢത കൈവരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാർജിനിൻ കഴിക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും ദോഷമുണ്ടോ? എല്ലാർജിനിൻ എന്താണ് ഘടകം? അതുപോലെ തന്നെ ഇത് ശരീരത്തിന് ദോഷം ചെയ്യാത്ത ഒരു ആദ്യ പടിയായിട്ട് ഈ ലൈംഗിക ശേഷിക്കുറവ് ഉള്ള വ്യക്തികൾ കഴിക്കുന്നതിൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. നമുക്ക് എല്ലാർജിനിലേക്ക് വരാം. ഇത് ഒരു സാധാരണ അന്നജത്തിൻ്റെ, അതായത് അമിനോ ആസിഡ്സ് മാത്രമാണ്. ആ അമിനോ ആസിഡ്, ഒട്ടനവധി അമിനോ ആസിഡ് കൂടിയിട്ടാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം മാത്രമാണ് എല്ലാർജിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. അതല്ലാതെ തന്നെ അതിനെ മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ന്യൂട്രസ്യൂട്ടിക്കലായിട്ട്, മരുന്നായിട്ടല്ല ന്യൂട്രസ്യൂട്ടിക്കലായിട്ട് മാർക്കറ്റിൽ ലഭ്യവുമാണ്. ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലിംഗത്തിൻ്റെ ഉദ്ധാരണം വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ കാരണം സ്മൂത്ത് മസിൽസ്, അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ലിംഗത്തിൻ്റെ അകത്തുള്ള കോർപ്പസ് കാവർനസത്തിനകത്തുള്ള പേശികൾ വികസിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പേശികൾ വികസിക്കുന്നതോടുകൂടി ലിംഗത്തിലേക്ക് രക്തം ഇരച്ചു കയറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ പേശികൾ വികസിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാർജിനിൻ. അതേസമയം ഇത് വയാഗ്ര പോലെയുള്ള ഗുളികകളും ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാർജിനിൻ പേശികൾ വികസിപ്പിക്കുകയും സൈക്ലിക് GMP എന്നതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഈ സൈക്ലിക് GMP എന്നതിൻ്റെ അളവ് കൂട്ടുന്നതുകൊണ്ട്, ആ പേര് കേട്ടിട്ട് പേടിക്കേണ്ട, ലിംഗത്തിൻ്റെ അഥവാ രക്തത്തിനകത്തുള്ള ഒരു ഘടകമായിട്ട് മാത്രം അതിനെ കണക്കിലെടുത്താൽ മതി. ഇത് വികസിക്കുന്നതോടുകൂടി ലിംഗത്തിൻ്റെ അകത്തുള്ള രക്തക്കൊള്ളുകൾക്ക് വികസനമുണ്ടാകുന്നു, രക്തം ഉള്ളിലേക്ക് വരുന്നു, നല്ലവണ്ണം രക്തം വരികയും ചെയ്യും. എങ്ങനെയാണ് എല്ലാർജിനിൻ കഴിക്കേണ്ടത്? എവിടെ നിന്നാണ് ഇത് ലഭ്യമാകുന്നത്? അതുപോലെ തന്നെ ഏതെങ്കിലും ആഹാര പദാർത്ഥത്തിൽ കൂടി ലഭ്യമാകുമോ? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ലൈംഗിക ശേഷി കുറവ് അനുഭവപ്പെടുന്ന എല്ലാ വ്യക്തികളും കാട്ടിക്കൂട്ടുന്ന ആദ്യത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഗുളിക വാങ്ങുന്നു എന്നുള്ളതാണ്. ആ ഗുളിക സ്വാഭാവികമായിട്ടും മിക്ക ആയുർവേദത്തിലാവട്ടെ, എല്ലാ ആയുർവേദ ഗുളികകളിലും അല്ല ഞാൻ പറയുന്നത്, ചില ആയുർവേദ ഗുളികകളിൽ പോലും നോർത്ത് ഇന്ത്യയിൽ നിന്നും മറ്റും വരുന്നതാണ്. ഇതിനകത്ത് വയാഗ്ര പോലുള്ള ഗുളികകൾ പൊടിച്ചിടുകയും ആ വയാഗ്ര കഴിക്കുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, അത്തരം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആ ഗുളികകൾ വാങ്ങി കഴിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണ്, എന്തുകൊണ്ടാണ് ലൈംഗിക ശേഷിക്കുറവുണ്ടായത്? ഒരുപക്ഷെ പ്രമേഹം കൊണ്ടാകാം, പ്രഷർ ഉണ്ടായതുകൊണ്ടാകാം, യൂറിക് ആസിഡ് ഉണ്ടായതുകൊണ്ടാകാം, അതുപോലെ തന്നെ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞതുകൊണ്ടാകാം, ഇല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളുമുണ്ട്. ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലൈംഗിക ശേഷിക്കുറവുണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ എന്താണെന്ന് വിലയിരുത്താതെ നാം ഓടിപ്പോയി ഒരു ഗുളിക കഴിക്കുന്നത് തെറ്റാണെന്നുള്ളത് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാർജിനിലേക്ക് തിരിച്ചു വരാം. ഇതൊരു നമ്മുടെ ശരീരത്തിൽ തന്നെ അത് പ്രവർത്തിക്കുന്ന, അതായത് ആഹാരത്തിൽ കൂടി ലഭിക്കുന്ന ഒരു പദാർത്ഥം മാത്രമാണ്. പയർ വർഗ്ഗങ്ങളിൽ അത് നല്ലവണ്ണമുണ്ട്. അതായത് നമ്മൾ സാധാരണ ഇതിൽ മുളപ്പിച്ച പയറൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഉലുവ പോലെയുള്ള ഘടകങ്ങളിൽ അത് നല്ലവണ്ണമുണ്ട്. ഇതുകൂടാതെ മത്സ്യം, അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ, ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഈ സംഗതിയുണ്ട്, എല്ലാർജിനുണ്ട്.
അത് വേണ്ട രീതിയിൽ നാം കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുമ്പോൾ പ്രമേഹമുള്ള ഒരു രോഗിക്ക് കഴിക്കാൻ പറ്റാത്ത ഒത്തിരി ആഹാരമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കഴിക്കണമെന്നല്ല പറയുന്നത്. ഈ മുളപ്പിച്ച പയറൊക്കെ പ്രമേഹമുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ അത്ര അസുഖങ്ങളുള്ളവർക്ക് കഴിക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ചെയ്യുന്നതോടുകൂടി എല്ലാർജിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലാകുകയും അത് ലിംഗത്തിലേക്ക് ചെന്നിട്ട് ലിംഗോദ്ധാരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാർജിൻ കഴിക്കുകയാണെങ്കിൽ ചിലർക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഇൻടോളറൻസ് ആണ്. അവർക്കത് ഇതുമായിട്ട് കഴിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില വ്യക്തികൾക്ക് മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എത്രയാണ് എല്ലാർജിൻ കഴിക്കേണ്ടത്? 2 മുതൽ 3 ഗ്രാം വരെ ദിവസവും കഴിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മാർക്കറ്റിൽ ആ രീതിയിലുള്ള എല്ലാർജിൻ മാത്രമായിട്ടുള്ള ഗുളികകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ അത്തരം പൗഡർ ലഭ്യമാണ്. ചിലപ്പോൾ അത് സാഷയായിട്ട് വരാറുണ്ട്. അത് ഡോക്ടർമാർ സാധാരണ നൽകുന്നത് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് നൽകാറുണ്ട്. അങ്ങനെ വെള്ളത്തിൽ കലക്കി അത് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1-2 മാസം കഴിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ട ലൈംഗിക ശേഷി പലർക്കും വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. വയാഗ്രയിലേക്കോ അതുപോലെയുള്ള ഗുളികകളിലേക്കോ പോകാതെ അവരുടെ ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം. ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അതിന് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ ഉള്ളവർക്കും പ്രമേഹം ഉള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുള്ള എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ആ സമയത്ത് ചില വൈറൽ രോഗങ്ങളായ ഹെർപ്പിസ് പോലുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് അധികരിക്കുന്നതായി കാണുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാർജിൻ സാധാരണഗതിയിൽ എന്തുകൊണ്ടും സേഫായിട്ടുള്ള ഒരു ഘടകമാണ്. അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് മരുന്നല്ലെങ്കിൽ കൂടി മരുന്നിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അതിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ട്. നഷ്ടപ്പെട്ട ലൈംഗികത വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ലഘുവായിട്ടുള്ള അതായത് തുടക്കത്തിൽ കാണപ്പെടുന്ന ലൈംഗിക ശേഷിക്കുറവിന് ഏറ്റവും അത്യുത്തമം എല്ലാർജിനിൻ തന്നെയാണ്. അത് ഏതൊക്കെ വ്യക്തികൾക്ക് ഉപയോഗിക്കാം? പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞവർക്ക് എല്ലാർജിൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അവരുടെ ലൈംഗിക ശേഷിക്കുറവ് ഒരു പരിധിവരെ മാറ്റം വരുത്തുവാൻ എല്ലാർജിന് കഴിയുന്നുണ്ട്. എല്ലാർജിൻ പരാജയപ്പെടുകയാണെങ്കിൽ നമുക്ക് മറ്റു ഗുളികകളിലേക്ക്, അതായത് വയാഗ്ര പോലെയുള്ള PD5 ഇൻഹിബിറ്റേഴ്സ് പോലെയുള്ള ഗുളികകളിലേക്ക് പോകാൻ കഴിയും. ആദ്യ ഡോസ് എന്ന ലെവലിൽ എല്ലാർജിൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇനി പൈറോണിസ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. അതായത് ലിംഗം വളഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഈ ലിംഗം വളഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉള്ള വ്യക്തികൾക്കും എല്ലാർജിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പരിപൂർണമായി മാറുമെന്നല്ല പറയുന്നത്, ഒരു പരിധിവരെ അതിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ വളവ് ഉണ്ടാകാതിരിക്കുവാൻ അത് സഹായിക്കുകയും ചെയ്യും. എല്ലാർജിനെ സംബന്ധിച്ചിടത്തോളം അത് പൈറോണിസ് ഡിസീസിൻ്റെ ഒരു ഔഷധമാണെന്നല്ല ഞാൻ പറയുന്നത്, അവിടെ ഒരു അഡ്ജുവൻ്റായിട്ട് ഒരു സഹായ ഘടകമായിട്ട് അത് മാറാറുണ്ട്. ഇനി ഹൈപ്പോഗോണഡിസം, അതായത് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹോർമോൺ വളരെയധികം കുറവായിരിക്കും. ഹോർമോൺ കുറവുള്ള വ്യക്തികൾക്കും അവരുടെ ലൈംഗിക ശേഷിക്കുറവ് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഹോർമോൺ ലെവൽ ഉയർത്തിക്കൊണ്ടല്ല ഈ എല്ലാർജിനിൻ അവിടെ സഹായിക്കാറുണ്ട്. അതായത് ആ പ്രശ്നത്തിന് പരിപൂർണമായിട്ടുള്ള പരിഹാരം ഇതല്ല, ഏത് എല്ലാർജിനല്ല. പൈറോണിസ് ഡിസീസിൻ്റെയും പരിപൂർണമായിട്ടുള്ള പരിഹാരം ഒന്നുമല്ല എല്ലാർജിൻ. എന്നിരുന്നാലും ഒന്നുകിൽ ആ അസുഖം അധികരിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ലൈംഗിക ശേഷിക്കുറവ് കുറച്ചു കൊണ്ടുവരുവാൻ എല്ലാർജിൻ സഹായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പയറുവർഗ്ഗങ്ങളിൽ, മത്സ്യത്തിൽ, മാംസത്തിൽ എല്ലാം ഇതുണ്ട്. അത് മുട്ടയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കുക. അപ്പോൾ മറ്റ് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കൊളസ്ട്രോൾ ഉള്ളൊരു വ്യക്തി പോയിട്ട് എല്ലാർജിൻ കൂട്ടാൻ വേണ്ടി മുട്ട കഴിക്കുന്നത് തെറ്റാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് വെള്ള മാത്രം കഴിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാർജിൻ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നാം ചില നിബന്ധനകൾ വയ്ക്കുകയാണെങ്കിൽ, നാം സമീകൃത ആഹാരം കഴിക്കുകയാണ്, അങ്ങനെയുള്ള ചില നിബന്ധനകൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള എല്ലാർജിനും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗിക ശേഷിക്കുറവ് വരാതിരിക്കുവാനും അത് സഹായിക്കാറുണ്ട്. ചില പ്രോട്ടീൻ പൗഡറുകൾ, അതായത് സാധാരണ മാർക്കറ്റിൽ വെക്കുമ്പോൾ അതിനകത്ത് എല്ലാർജിൻ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വാദിക്കാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് മാത്രം എല്ലാർജിൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാർജിൻ കഴിക്കുന്നവരെ എല്ലാർജിൻ മാത്രമായിട്ടുള്ള ഘടകമുള്ള മരുന്നുകൾ കഴിക്കുന്നതാണ് നല്ലത്. പ്രോട്ടീൻ പൗഡറിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അത് മാത്രമല്ല ചില പ്രോട്ടീൻ പൗഡറുകൾ സോയാബീനിൽ നിന്നുണ്ടാക്കുന്നതാണ്. അത്തരം പ്രോട്ടീൻ പൗഡർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ലൈംഗിക ശേഷി ഉണ്ടാകുകയല്ല, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈസ്ട്രോജൻ എന്ന ഒരു ഹോർമോൺ അവിടെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് വേ പ്രോട്ടീൻ എന്നാണ് അതിന് പറയുന്നത്. അതുകൊണ്ട് എല്ലാർജിൻ്റെ സ്ഥാനത്ത് പകരം വയ്ക്കാവുന്ന ഒന്നല്ല പ്രോട്ടീൻ പൗഡർ. അഥവാ വേ പ്രോട്ടീൻ ഉപയോഗിക്കുകയാണെങ്കിൽ പുരുഷൻ്റെ ലൈംഗിക ശേഷി
കുറയുകയാണ് ഉണ്ടാകുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. L-arginine ഒരു പ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ്റെ ഒരു ഘടകം മാത്രമാണ്. ആ ഘടകം ഗുളികയിൽ കൂടിയും സാഷേ വഴിക്കും, അതായത് പാക്കറ്റ് വഴിക്കും ലഭിക്കാറുണ്ട്. അത് വാങ്ങിക്കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല. ലൈംഗികശേഷി തുടക്കത്തിൽ നഷ്ടപ്പെട്ടവർക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു ഔഷധം തന്നെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ലൈംഗികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ISRM. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.